സംസ്കൃതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷ വരുന്നത് ജൂൺ 18-നാണ്. 2 ഷിഫ്റ്റ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. മോർണിംഗ് ഷിഫ്റ്റ് 9:30 ടു 12:30 വരെയാണ്. സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നത് 3 മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പും പരീക്ഷാ ഹാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ എടുത്തു പറയുന്നത്? ഒരുപാട് തെറ്റുകളാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ പരീക്ഷയിൽ സ്വന്തം സബ്ജക്റ്റ് പോലും സെലക്ട് ചെയ്യുന്നത് തെറ്റിച്ചവരുണ്ട്. അപ്പോൾ കറക്ഷൻ വിൻഡോയിൽ അത് തിരുത്താൻ കൂടി സാധിക്കില്ല. അവർ പറയുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിന് പകരം ഹിന്ദി കൊടുത്തവരുണ്ട്. അവർക്ക് ഹിന്ദിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുക. അങ്ങനെ ഒരുപാട് തെറ്റുകളാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരുപാട് വില നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ട് ഒരുമിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിൽ ഒരുങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്, അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ തിരുത്താനും ആ കാര്യങ്ങൾ ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്ത് പറയാനും നിങ്ങൾ എത്ര നേരത്തെ എത്തേണ്ടതുണ്ട്, ക്ലോസിംഗ് ടൈമിന് മുമ്പ് എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ പരീക്ഷയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ജൂൺ എക്സാമിൻ്റെ OMR ആണ്. അതുപോലെ തന്നെ 3 കാറ്റഗറി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതിനെ ഏതൊക്കെ രീതിയിൽ നമ്മളെ അത് ബാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് OMR-ൽ ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പലപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവസാന ഭാഗത്തേക്ക് കാണാറില്ല. അതുകൊണ്ട് കൂടിയിട്ടാണ് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 വീഡിയോയും കാണാൻ ശ്രമിക്കുക. 2 വീഡിയോയും ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സെക്കൻഡ് വീഡിയോയിൽ പരീക്ഷാ ഹാളിലും അതുപോലെ തന്നെ പരീക്ഷയുടെ മാറ്റങ്ങളും ചോദ്യങ്ങളുടെ രീതികളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഏത് രീതിയിൽ പരീക്ഷ എഴുതണം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ 2 വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പും ഹാളിലെ കാര്യങ്ങളും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും ചെറുതാണെങ്കിലും അത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റ് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ സമയം 9:30 മുതൽ 12:30 വരെയാണ്. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 7:30 ആണ്. സെക്കൻഡ് ഷിഫ്റ്റ് ആണെങ്കിൽ 3 മണി മുതൽ 6 മണി വരെയാണ് പരീക്ഷ വരുന്നത്. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. അപ്പൊ ഇവിടെ ഗേറ്റ് 9 മണി കറക്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യും മോർണിംഗ് ഷിഫ്റ്റിൽ. ഇവിടെ 2:30 കറക്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യും. ഷാർപ്പ് 2:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അവിടെ ഷാർപ്പ് 9 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ പരീക്ഷാ ഹാളിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതും അറിഞ്ഞു വെക്കുക. മോർണിംഗ് ഷിഫ്റ്റ് 9 മണിക്ക് മുമ്പായിട്ട് തന്നെ എത്തിച്ചേരുക. അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ 2:30 മുമ്പായിട്ട് എത്തിച്ചേരുക. ഒരു 2 മണിക്കൊക്കെ മാക്സിമം 2 മണിക്കുള്ളിൽ തന്നെ എത്താൻ ശ്രമിക്കുക. മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു 8:30 മുമ്പേ തന്നെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ പെന്നാണ്. പെൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 കളറിലാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക് വേണമെങ്കിൽ അത് കരുതാം, അല്ലെങ്കിൽ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂവും കരുതാം. ഇത് രണ്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ പെന്നിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കണം. അത്തരത്തിലുള്ള പെന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്നും പെന്ന് ലഭിച്ചേക്കാം. അതിനൊരു സാധ്യത മാത്രമാണ്, അത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷമൊക്കെ പല സെന്ററുകളിലും പെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് CBT മോഡാണ്. ഇത്തവണ OMR ആയതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാണ് അവരെടുക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ വാട്ടർ ബോട്ടിലിന്റെ കാര്യം ഇത് തന്നെയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതണം. അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതും വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം.
നമുക്ക് കൃത്യമായിട്ട് ഉൾവശം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു 20 രൂപയുടെ വാട്ടർ ബോട്ടിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വാങ്ങിച്ചു വെച്ചാലും മതി. 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ മതി, അതിന് ഇഷ്യൂ ഒന്നുമില്ല. ചില സെന്ററുകളിൽ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങളുടെ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആഭരണങ്ങൾ ഒന്നും തന്നെ ധരിക്കേണ്ടതില്ല. എല്ലാ ആഭരണങ്ങളും അവർ അഴിപ്പിച്ചു വെക്കും. അത് കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സ്വർണത്തിന്റെ ഒക്കെ വില നമുക്കറിയാം. ഇത്രയും ലക്ഷങ്ങൾ പുറത്തു വെച്ചിട്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷക്കല്ല ഇമ്പോർട്ടന്റ് കൊടുക്കുക, പുറത്തിരിക്കുന്ന നിങ്ങളുടെ ഓർണമെന്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുക. അത് നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും, നിങ്ങൾക്ക് നെറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മാക്സിമം ആഭരണങ്ങൾ ഒഴിവാക്കുക. ഇനി ആഭരണങ്ങൾ ധരിച്ചു വരുന്നവരുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അത് അഴിച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റും, ബാഗിൽ വെച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റും. പുറത്ത് വെക്കുന്നത് യാതൊരു രീതിയിലും സേഫ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യം ഓർത്ത് വെക്കുക. ആഭരണങ്ങൾ ധരിച്ചു വരാതിരിക്കുക. ഇനി ധരിച്ചേ പറ്റൂ എന്നുള്ളവർ അവർ അഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് വാങ്ങാൻ ഒരാളെയും കൂടി കൂട്ടുക എന്നുള്ളതാണ് ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ID പ്രൂഫിന്റെ കാര്യമാണ് പറയുന്നത്. ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ID കൂടെ നിങ്ങളുടെ കയ്യിലേക്ക് കരുതുക. ഒന്നുകിൽ പാൻ കാർഡോ അല്ലെങ്കിൽ ഇലക്ഷൻ ID യോ നിങ്ങളുടെ സെയിം അഡ്രസ്സിൽ വരുന്ന ID പ്രൂഫ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ആധാർ വെരിഫൈഡ് ആണെങ്കിൽ അതിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. വെരിഫിക്കേഷൻ ആധാർ കയ്യിൽ വെച്ചാൽ മതി. ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ ആധാർ ഡിക്ലറേഷൻ ഫോം ഉണ്ടാകും, അത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ID കൂടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോ സെന്ററിനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫാണ്. നമ്മുടെ ഫോട്ടോ 80% മുഖം കാണണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. 80% ഫേസ് വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും. അവരത് എടുക്കും. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ഒഴിവാക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരത് അവിടുന്ന് ഫോട്ടോ എടുക്കലാണ് ചെയ്യാറുള്ളത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ OMR മാറിയത് കൊണ്ട് അത്തരം സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ 2 ഫോട്ടോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷനിൽ ഏത് ഫോട്ടോ ആണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അതേ ഫോട്ടോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള കറക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്നതിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ പരീക്ഷാ സെന്ററിൽ എത്താൻ ശ്രമിക്കുക. ഒരു 8 മണിക്കെങ്കിലും നമ്മൾ കൃത്യം ഷാർപ്പ് പരീക്ഷാ സെന്ററിൽ എത്താൻ ശ്രമിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പരീക്ഷാ ഹാളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഡിലേ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. ഈ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ പലരും വരുത്തിയിട്ടുണ്ട്. അത്തരം തെറ്റുകളൊക്കെ തന്നെ അവർ കണ്ടെത്തി അതിന്റെ കാരണങ്ങൾ ചോദിച്ച് അതിന്റെ സൊല്യൂഷൻ എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോട്ടോഗ്രാഫിന്റെ ഇഷ്യൂ ഒക്കെ ഒരുപാട് പേർക്ക് വരാൻ സാധ്യതയുണ്ട്. പലരും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ NDA സ്ട്രിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ അത് കൂടും എന്നുള്ളതല്ലാതെ കുറയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങളൊരു പാനിക് മോഡിലേക്ക് എത്തേണ്ടതില്ല. അത് കൃത്യമായിട്ട് ഓഫ് ചെയ്യുക. എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി അത് അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സമയം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ സമയം വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. മാക്സിമം 8 മണിക്ക് തന്നെ മോർണിംഗ് ഷിഫ്റ്റുകാരും അതുപോലെ തന്നെ ഒരു 1.5 മണിക്ക് മുമ്പായിട്ട് സെക്കൻഡ് ഷിഫ്റ്റുകാരും എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർമ്മപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് പ്രഷർ കൂടുന്ന ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം. ഷുഗർ കുറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു മിഠായിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കയ്യിൽ കരുതുക. അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ നമ്മുടെ വഴി കുറച്ചുകൂടെ എളുപ്പമാക്കും എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. നമുക്ക് അത് കൃത്യമായിട്ട് മറുപടി തരാൻ സാധിക്കും എന്നുള്ളതാണ്. പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചോദ്യങ്ങളുടെ പ്രത്യേകതകളും പാറ്റേണിന്റെ മാറ്റവും ഏത് രീതിയിൽ അതിനെയൊക്കെ നേരിടണം എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.